പിന്നെ പോലീസിനോട് ഇവിടുന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാക്കാൻ അനുവദിക്കില്ല. ആവശ്യത്തിലധികം ആളുകൾ, 2 പെൺകുട്ടികൾ ഉൾപ്പെടെ അകാരണമായിട്ട് അവർ പിന്നെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. സാധാരണ ഇതിലും വലിയ പ്രകോപനം ഉണ്ടാകുമ്പോൾ പോലും ഇത്രയും പേരൊന്നും അറസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് പോരാണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ആരുടെയെങ്കിലുമൊക്കെ മേലെന്നുള്ള ഉത്തരവ് കൊണ്ടാണ്. പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ടല്ല, അത് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ്. അത് മേലെന്നുള്ള ഉത്തരവായിരിക്കും. ആ ഉത്തരവ് അവരവിടുന്ന് കിട്ടി വരുമ്പോഴത്തേക്കും ഇതിന്റെ മുമ്പിൽ നിന്ന് ആൾക്കാരെ പിടിച്ചോണ്ട് പോകണം, അതിന്റെ ഉള്ളിലൊക്കെ കയറണം എന്ന് പറയുമ്പോൾ അംഗീകരിച്ചോ എന്ന് പറഞ്ഞിട്ട് വഴിമാറി കൊടുക്കാൻ പറ്റൂ? അല്ല, ഞങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ അവർ. ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നത് എന്താ, കല്യാശ്ശേരി തൊട്ട് കൊല്ലം വരെ എന്തായിരുന്നു പോലീസിന്റെ സമീപനം? എത്ര ക്രൂരമായ മർദ്ദനങ്ങളെയാണ് പോലീസ് രസിച്ചു നോക്കി നിന്നത്? പോലീസ് ലാത്തിക്കൊണ്ട് ഓടുന്നതിന്റെ കൂടെ ഡിവൈഎഫ്ഐക്കാരൻ ഇരുമ്പ് വടി കൊണ്ട് ഓടുന്നതിന്റെ വീഡിയോയും വിഷ്വലും ദൃശ്യങ്ങളൊക്കെ ഇന്ന് വന്നിട്ടുണ്ടല്ലോ. ഭിന്നശേഷിക്കാരനായ ഒരു ചെറുപ്പക്കാരനെ പുറയിൽ നിന്ന് ചവിട്ടി മറിക്കുന്നതിന്റെ അപ്പോഴൊക്കെ പോലീസിന്റെ ഈ ആവേശം എവിടെയായിരുന്നു? കോഴിക്കോട് സമരം ഉണ്ടായപ്പോൾ പോലീസ് ആ പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് തേനെ, പാല്, കരയല്ലേ, മുത്തേ എന്നൊക്കെ പറയുന്ന പോലീസിന്റെ സംയമനം യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ മേലെ ആൺ പോലീസ് എന്നിട്ട് കുട്ടികളെ ഡ്രസ്സ് വലിച്ചു കീറുമ്പോൾ എവിടെയായിരുന്നു? വേറെ ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, SFIയുടെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിരുന്നു പോലീസിന്റെ സമീപനം? വാ മോനെ, ഒന്നുമില്ല വാ, ഞാൻ നോക്കിക്കോളാം. ചേർത്ത് പിടിച്ച് സംരക്ഷണ കവചം ഒരുക്കുന്ന പോലീസ് റെഡ് വളണ്ടിയർമാരെ പോലെയാണ് അവിടെ പോലീസ് പെരുമാറിയത്. ഇവിടെ ഗുണ്ടകളെ പോലെ, പോലീസിനെ പോലെ പെരുമാറട്ടെ പോലീസ്. അപ്പൊ ഞങ്ങൾ നിയമം അംഗീകരിക്കാൻ തയ്യാറാണ്. എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല. അല്ല, ഇവിടുന്ന് ആരെയും സുഗമമായിട്ട് ഇവിടുന്ന് ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അവർ അനുവദിക്കുന്ന പ്രശ്നമില്ല. അല്ല, അവർക്ക് അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ഇച്ചിരി അത്യാഗ്രഹമാണ്.